മാസപ്പടി കേസിൽ മാത്യു കുഴൽനാടൻ നൽകിയ ഹർജി തള്ളി. തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഹർജി തള്ളിയത്. കോടതി കേസ് നേരിട്ട് അന്വേഷിക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പുലർച്ചെ ദുബായിലേക്ക് യാത്രയായി. മകൾ വീണ വിജയനും ഭർത്താവായ മന്ത്രി മുഹമ്മദ് റിയാസും 2 ദിവസം മുൻപ് ദുബായിലെത്തിയിരുന്നു. സ്വകാര്യ സന്ദർശനത്തിനാണ് ഇവരുടെ യാത്ര. വിവരങ്ങളുമായി MK വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അതിന് തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിജിലൻസ് കോടതിയിൽ കോൺഗ്രസ് MLA മാത്യു കുഴൽനാടൻ നൽകിയിരുന്ന ഹർജി കോടതി തള്ളുകയാണ്. മതിയായ തെളിവുകളില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് അന്വേഷിക്കാനാവില്ല, അന്വേഷണം ആവശ്യപ്പെടാനാവില്ല എന്നുള്ള ഒരു നിഗമനത്തോടെ വിജിലൻസ് കോടതി ഈ കേസ് തള്ളുന്നു. കോൺഗ്രസിൻ്റെ MLA ആയിട്ടുള്ള മാത്യു കുഴൽനാടനാണ് മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരായ ഈ മാസപ്പടി കേസിൽ അന്വേഷണം നടത്തണം, അത് കോടതി തന്നെ നേരിട്ട് അന്വേഷിക്കണമെന്നുള്ള ഒരാവശ്യം വിജിലൻസ് കോടതിയുടെ മുമ്പിൽ വെച്ചിരുന്നത്. എന്നാൽ വിജിലൻസ് കോടതിയിൽ കഴിഞ്ഞ ഈ കേസ് അവധിക്ക് വിളിച്ചപ്പോൾ കൃത്യമായ തെളിവുകൾ മാത്യു കുഴൽനാടൻ ഹാജരാക്കിയിരുന്നു എന്നാണ് അദ്ദേഹം വാർത്താലേഖകരെ അറിയിച്ചത്. പക്ഷേ കൃത്യമായ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ഇന്നാണ് അതിന്മേലുള്ള വിധി ഉണ്ടായത്. വിജിലൻസ് കോടതി വിധി പറഞ്ഞിരിക്കുകയാണ്, ഈ കേസ് തള്ളുന്നു, മതിയായ തെളിവുകൾ ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഈ കേസ് തള്ളുന്നത്. മാത്യു കുഴൽനാടൻ ഇതിനോട് കൊച്ചിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ കേസിൻ്റെ വിധി പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കും, തൻ്റെ നിയമ പോരാട്ടം തുടരുമെന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ മകൾക്കും അതേപോലെ തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾക്കും മാസപ്പടി നൽകിയതുമായി ബന്ധപ്പെട്ട കേസാണ്. വിജിലൻസ് കോടതി തന്നെ നേരിട്ട് അന്വേഷിക്കണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് മാത്യു കുഴൽനാടൻ വെക്കുന്നത്. ഇത് കുറേ നാളായി മുന്നോട്ട് പോയിരുന്ന കേസാണ്. ഇതാണിപ്പോൾ അന്തിമ വിധി വന്നിരിക്കുന്നത്. എന്നാൽ പോലും ഈ കേസിന്മേൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അതേപോലെ തന്നെ SFIO തുടങ്ങിയ കേന്ദ്ര ഏജൻസികൾ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി വരികയാണ്. മുഖ്യമന്ത്രിയുടെ മകളെ പോലും ഈ കേസിൽ ചോദ്യം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ തെളിഞ്ഞിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് വിജിലൻസ് കോടതി ഇത്തരത്തിൽ ഒരു വിധി പുറപ്പെടുവിക്കുന്നതും. എന്നാൽ ഇതേപോലെ തന്നെ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി കുടുംബസമേതം ഉല്ലാസയാത്രയ്ക്ക് പോയിരിക്കുന്നു. ഗൾഫിലാണ് പോയിരിക്കുന്നത്, ദുബായിലേക്ക് പോയിരിക്കുന്നു. മുഖ്യമന്ത്രിയും മകളും ഭർത്താവായ മന്ത്രി മുഹമ്മദ് റിയാസും അതേപോലെ തന്നെ ഭാര്യയും കൊച്ചുമകനും എല്ലാം അടക്കം ഉല്ലാസയാത്രയ്ക്ക് പോയിരിക്കുന്നു. 19 ദിവസത്തെ യാത്രയ്ക്കാണ് പോയിരിക്കുന്നത്. സർക്കാർ ആവശ്യമല്ല, സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത്. അവർ 19 ദിവസത്തിന് ശേഷമേ പിണറായിയും കുടുംബവും തിരികെ എത്തുകയുള്ളൂ. എന്തായാലും കേന്ദ്ര അനുമതിയോടുകൂടി തന്നെയാണ് ഈ യാത്ര നടത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് മുൻകൂർ അനുമതി തേടിക്കൊണ്ടുള്ള ഒരു യാത്ര തന്നെയാണ് ദുബായിലേക്ക് പോയിട്ടുള്ളത്. ദുബായ് മാത്രമല്ല, സിംഗപ്പൂർ, മലേഷ്യ തുടങ്ങിയ ഇടങ്ങളിലും ഒക്കെ തന്നെ ഇവർ കുടുംബസമേതം യാത്രയ്ക്കാണ് പോയിരിക്കുന്നത്. ആദില, വിനോദ, ഈ ഒരു യാത്ര അതിനോടൊപ്പം ഈ മാസപ്പടി വിവാദമായി ബന്ധപ്പെട്ട ഈ ഒരു ഹർജി തള്ളിയ ഒരു വിഷയം, ഇത് രണ്ടും കൂടി നമ്മൾ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു ദുരൂഹത ഈ ഒരു സാഹചര്യത്തിൽ വെളിവാകുന്നുണ്ടോ? നമുക്ക് അങ്ങനെ പറയാനാവില്ല. ഇവർ ഈ യാത്ര മുൻകൂർ നിശ്ചയിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ പോലുള്ള സംസ്ഥാനത്തിൻ്റെ മന്ത്രിയെ പോലുള്ള ആളുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ അത് കേന്ദ്ര അനുമതി ആവശ്യമുണ്ട്. അപ്പോൾ കൃത്യമായി കേന്ദ്രത്തിൻ്റെ മുമ്പിൽ യാത്രാ ഉദ്ദേശവും എവിടെയൊക്കെ സന്ദർശിക്കുന്നു തുടങ്ങിയ കൃത്യമായ വിവരങ്ങൾ നൽകിയാൽ മാത്രമേ യാത്ര ചെയ്യാനാകുകയുള്ളൂ. അതുകൊണ്ട് മുൻകൂർ അനുമതി തേടിയിട്ടുള്ള യാത്രയാണ്. പക്ഷേ സ്വാഭാവികമായും ഈ കേസിൻ്റെ വിധി വരുന്ന അല്ലെങ്കിൽ കേസിൻ്റെ അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഉള്ള ഒരു ഉല്ലാസയാത്രയ്ക്ക് പോയിട്ടുള്ളത്. അത് ആ ഒരു കാലത്ത് തന്നെയാണ് ഇന്നിപ്പോൾ വിജിലൻസ് കോടതിയുടെ വിധി മുഖ്യമന്ത്രിക്ക് നേരിയ ആശ്വാസമുണ്ടെങ്കിൽ പോലും കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകളെ പോലും ചോദ്യം ചെയ്യാനുള്ള സാഹചര്യം ഉടലെടുത്തിരിക്കുന്നു. കരിമണൽ കമ്പനി ഉടമയെ കഴിഞ്ഞ ദിവസം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണം വീണ വിജയനെ കൂടി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള സാഹചര്യം തെളിഞ്ഞിരിക്കുന്നു. CMRL കമ്പനിക്ക് അല്ലെങ്കിൽ ആ കമ്പനി ഈ വീണ വിജയൻ്റെ എക്സാലോജിക്ക് കമ്പനിക്ക് എന്തിനാണ് മാസപ്പടി നൽകിയത്, അല്ലെങ്കിൽ എന്ത് സേവനത്തിൻ്റെ പേരിലാണ് നൽകിയത്, രാഷ്ട്രീയ നേതാക്കൾക്ക് എന്തിനാണ് ഇത്തരത്തിൽ മാസപ്പടി നൽകിയത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അന്വേഷിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ കൃത്യമായ രേഖകൾ കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് മുമ്പിലുണ്ട്. അതുകൊണ്ട് ആ അന്വേഷണം മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയും കുടുംബവും വിദേശത്ത് അല്ലെങ്കിൽ ഗൾഫ് രാജ്യത്ത് ഉല്ലാസയാത്രയ്ക്ക് വേണ്ടി പോയിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ആതിര, ശരി. മാസപ്പടി കേസിൽ മാത്യു കുഴൽനാടൻ നൽകിയ ഹർജി തള്ളി. തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഹർജി തള്ളിയിരിക്കുന്നത്. കോടതി കേസ് നേരിട്ട് അന്വേഷിക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന പുലർച്ചെ ദുബായിലേക്ക് യാത്രയായി. മകൾ വീണ വിജയനും ഭർത്താവായ മന്ത്രി മുഹമ്മദ് റിയാസും 2 ദിവസം മുൻപ് ദുബായിൽ എത്തിയിരുന്നു. സ്വകാര്യ സന്ദർശനത്തിനാണ് ഇവരുടെ യാത്ര. വിവരങ്ങൾ നൽകുകയായിരുന്നു MK വിനോദ് തിരുവനന്തപുരത്ത് നിന്ന്.